പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ മലയാളികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിലുണ്ടാവും. ഇതൊരു സൗത്ത് ഏഷ്യൻ സ്റ്റോറാണ്, ശ്രീലങ്കൻസിൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പിൽ പോയിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളതൊന്ന് കാണിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവർ രണ്ടുപേരും വരുന്നില്ല, ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. ഞാൻ മാത്രമാണ് പോകുന്നത് ഷോപ്പിലേക്ക്. നമുക്ക് ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൗത്ത് ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ്. ഒരു മലയാളി കട എന്ന് പറയാൻ പറ്റില്ല, ശ്രീലങ്കൻ ഷോപ്പാണ്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുമെന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടും. ഇത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു കടയാട്ടോ, വളരെ ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ സാധനങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് വെജിറ്റബിൾസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുന്നത്, അപ്പോൾ ഇവിടെ എല്ലാം LBയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് 1/2 കിലോയിൽ തികച്ചില്ല ഈ LB എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കറിവേപ്പില $1 ആ ഒരു. മുരിങ്ങക്കായ ആണെങ്കിലും ഇപ്പം ഞങ്ങൾ ആ ഒരു ഫുൾ പാക്കറ്റ് ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം വലുതാണ്. ഞാൻ 2 എണ്ണമൊക്കെ എടുക്കാറുള്ളൂ, കാരണം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും പെട്ടെന്ന്. ഒരു 2-3 ഡേയ്സൊക്കെ കഴിഞ്ഞ് ഉണങ്ങിപ്പോവും. പിന്നെ നമ്മുടെ അച്ചിങ്ങ പയറൊക്കെ കിട്ടും. ഇതൊക്കെ നല്ലതാണ്, നമ്മൾ തോരൻ വയ്ക്കാനൊക്കെ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഇവിടെ പച്ചമാങ്ങ സാധനങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട് ഈ ഒരു ഷോപ്പിൽ. പക്ഷേ ഇതിനു മുന്നേ ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊന്നും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവാറില്ല. അത് കൂടുതലും ചൈനീസ് ഷോപ്പാണ്. പിന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, ഞാലിപ്പൂവൻ പഴം, അതുപോലെ ഇതുപോലെയുള്ള ചെറിയ പഴങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നല്ലതും ഉണ്ടാവാറുണ്ട് ചില സമയത്ത് നമുക്ക് അത്ര നല്ലത് കിട്ടാറില്ല. പക്ഷേ ദിസ് ഈസ് ഗുഡ്. അപ്പം ഞാനിത് എടുക്കുവാണ്. പിന്നെ നമുക്ക് മുരിങ്ങയുടെ ഇലയൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ കരിക്ക്, തേങ്ങ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ കരിക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒരെണ്ണത്തിന്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇവിടെ എഴുതിയിട്ടില്ല. അതിനാണ് ഇതിൻ്റെ ഒരു പ്രൈസ്. പിന്നെ ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ മേടിക്കാറ്. ഓർഗാനിക് ഇഞ്ചി, നമ്മൾ നാട്ടിലെടുക്കുന്ന ഇഞ്ചി, പിന്നെ അതുപോലെ കുറച്ചും കൂടെ വണ്ണം കൂടിയ സൈസുള്ള ഇഞ്ചി, അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഞ്ചി വേണം, ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറിയിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ പംകിനൊക്കെ, മത്തങ്ങയൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പാവയ്ക്കയ്ക്ക് പറയുന്നത് ബിറ്റർ മെലൺ എന്നാണ് കേട്ടോ. അപ്പോൾ ഒക്ര, അത് നമ്മുടെ വെണ്ടയ്ക്കയാണ് ഒക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ എന്ന് അവർ ചേർത്തിട്ടുണ്ടാവും മിക്ക വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിലും. അപ്പോൾ വെണ്ടയ്ക്ക, അതുപോലെ നമ്മുടെ കായയൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പയ്ക്ക് പറയുന്നത് കസാവ എന്നാണെന്ന്. അപ്പോൾ കപ്പയൊക്കെ ഉണ്ട്. കപ്പയാണെങ്കിൽ ഒരു LBക്ക് 1.29 ആണ് വരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള വെള്ളരിക്കയാണ്. അപ്പോൾ അത് ഇന്ത്യൻ വെള്ളരി എന്ന് തന്നെയാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്, ഇന്ത്യൻ വെള്ളരിന്ന്. അപ്പോൾ ആലോവേരയൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ലീഫായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്കിവിടെ കിട്ടും. പലർക്കും അത്ഭുതമാണ് ആലോവേരയൊക്കെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഞാൻ എണ്ണ കാച്ചാനായിട്ട് ചില സമയങ്ങളിൽ എടുക്കാറുണ്ട്. പിന്നെ പച്ചപ്പപ്പായ, അപ്പോൾ ഇതിന് $1 ഈ ഒരു പച്ചപ്പപ്പായ. അപ്പോൾ അതുപോലെ നമുക്ക് നേന്ത്രപ്പഴമൊക്കെ നല്ലതും ഇവിടെ കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മധുരക്കിഴങ്ങ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിവിടെ കിട്ടും. പിന്നെ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിലും പഴുത്തതും പച്ചക്കായും എല്ലാം ഉണ്ടാവാറുണ്ട്. പിന്നെ ആപ്പിൾ പിന്നെ ഇവിടെ സാധാരണ എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവും. അത് കൂടാതെ നമുക്കിവിടെ കിട്ടുന്നത് ഇപ്പോൾ നെല്ലിക്ക, അതുപോലെ റംബൂട്ടാൻ, നമുക്ക് നാട്ടിലൊക്കെയുള്ള ഈ ചുമന്ന അരിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പാലക്കാടൻ മട്ട, ഇതൊക്കെ. പക്ഷേ ഈ ഒരു തമിഴ് ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കൂടുതലും തമിഴിലാണ് എല്ലാം എഴുതിയിട്ടുണ്ടാവുക. ഇപ്പോൾ റൈസൊക്കെ ആണെങ്കിലും തമിഴ് ബ്രാൻഡിലുള്ള റൈസുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഐറ്റംസ് ഒന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ഈ അരിയല്ല എടുക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടതാണ് ഇതുപോലെ ഈ എന്താ പറയുന്നത്, ഓല കൊണ്ടൊക്കെ നെയ്തിട്ടുള്ള കൊട്ട പോലത്തെ സംഭവങ്ങൾ. പിന്നെ നമുക്ക് അടയ്ക്ക വരെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു 12 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിനൊരു പ്രൈസ് വരുന്നത് $5 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടും. അതിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ടാവാറുണ്ട് ചില സമയങ്ങളിൽ. കാരണം ഡിമാൻഡാണ്, കാരണം നമുക്ക് ചിലപ്പോൾ മറ്റുള്ള ഷോപ്പുകളിൽ ഇത് കിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ച് ഡിമാൻഡ് കൂടിയതായതുകൊണ്ട് കുറച്ച് പ്രൈസും ഉണ്ടാവും. കൂടുതലും റൈസ് ഐറ്റംസാണ് ഈ ഒരു ഭാഗത്തിരിക്കുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഒരു ചുമന്ന കളറിലിരിക്കുന്ന റൈസ്, അതുപോലെ നമ്മുടെ ബ്രൗൺ റൈസ്, അപ്പോൾ കുറേയൊക്കെ തമിഴിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു പാക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ തൈര്, പാല്, അതുപോലെ ദോശ ബാറ്റർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സെക്ഷനാണ്. ചില സമയത്ത് ഇതുപോലെ ഓഫറൊക്കെ ഇടും. ഒരെണ്ണമൊക്കെ $5 ആയിരിക്കും. പക്ഷെ 2 എണ്ണമൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കുറവായിട്ടൊക്കെ ഉണ്ടാവും.
പിന്നെ ഇതാണ് നമ്മളിവിടെ മേടിക്കുന്ന യോഗർട്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകം അവർ യോഗർട്ട്, ഒറിജിനൽ യോഗർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ എഗ്ഗും അതുപോലെ തന്നെ പാല്, പൊറോട്ട, അതുപോലെ ദോശ ബാറ്റർ, അങ്ങനെയുള്ള ഐറ്റംസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ ജ്യൂസ് ഐറ്റംസ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ തേങ്ങയൊക്കെ എടുക്കാനായിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇത് കൊത്തു പൊറോട്ടയുടെ ഈ പൊറോട്ടയുടെ ചെറിയ ചെറിയ പീസസ് ഫ്രോസൺ ആയിട്ടുള്ളതാണ്. ഡിമാൻഡ് ഉള്ളതാണ് ആ ഒരു സാധനമൊക്കെ. പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് വരുന്നത് ഇതുപോലെ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷ്രെഡഡ് കോക്കനട്ട് നമുക്കിവിടെ കിട്ടും. ഇത് ഫ്രോസൺ ആയിട്ടുള്ള ഒരു പാക്കറ്റാണ്. ഇപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് $4 കേട്ടോ. അപ്പോൾ ഒരു 400 ഗ്രാം ആയിരിക്കും ആ ഒരു പാക്കറ്റിലുണ്ടാവുക. അപ്പോൾ ഇതൊരു, അതായത് നമ്മുടെ നാട്ടിലൊരു 210-212 രൂപ വരും ഈ ഒരു തേങ്ങയ്ക്ക്, ഈ ഒരു പാക്കറ്റിന്. പിന്നെ ഇതുപോലെ ഫ്രോസൺ ക്രാബ് ഇതുപോലെ പാക്കറ്റിലായിട്ടുണ്ടാവും. ഇത് കൂടാതെ ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് കൂടെ ഇതിനകത്തുണ്ട്. കുഞ്ഞു കടയാണ്, പക്ഷേ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇത് എന്താ പറയുന്നത്, കിച്ചണിലോട്ടുള്ള അത്യാവശ്യം നമുക്ക് വേണ്ട സ്പൂണുകൾ, തവികൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ ഒരു ഭാഗത്തുണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് അവലൊക്കെ കിട്ടും. നല്ല വെള്ള അവലും കിട്ടും, അതുപോലെ തന്നെ നല്ല ബ്രൗൺ കളറിലുള്ള അവലും കിട്ടും. ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ ഈ ഒരു പോഹ എന്ന് പറഞ്ഞിട്ടൊരു ഡിഷൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻസും കൂടുതലും ഇങ്ങോട്ട് വരാറുണ്ട്. പൊതുവെ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീലങ്കൻസ് എല്ലാം ഇവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ മലയാളികൾ മാത്രമൊന്നുമല്ല കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള മദേഴ്സ് പിക്കിൾ അതൊക്കെ വരാറുണ്ട്. കൊടംപുളി നമുക്ക് ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്ര ചെറിയൊരു പാക്കറ്റാണ്, കുഞ്ഞു ഇതായിട്ട് ഇതുപോലെ കൊടംപുളി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് $3 ആണ്. നമ്മുടെ മറ്റേ വാളംപുളി ഇതുപോലുള്ള പാക്കറ്റിൽ കിട്ടാറുണ്ട്. അത് കൂടാതെ വേറൊരു പാക്കറ്റും കൂടെ ഇവിടെ കണ്ടിട്ടുണ്ട്, അത് മേടിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് $3.99 ആണ്. $4 ആണ് ഇതിൻ്റെ പ്രൈസ്. പിന്നെ നല്ല സൂപ്പറായിട്ട് ശർക്കരയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം നല്ല ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇപ്പോൾ നല്ല ശർക്കരയാണ് ഉണ്ടാവാറ്. ഞങ്ങൾ സാധാരണ ഇവിടുന്ന് തന്നെയാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ശർക്കരയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ തീരുമല്ലോ. എന്തായാലും നമുക്ക് ഒരുപാടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഒരു $3.99 ഒക്കെയാണ് അതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള ശർക്കര, അതായത് ഉണ്ട, ആ ഒരു റൗണ്ട് ഷേപ്പിലിരിക്കുന്നത്, അതിനൊരു $4.99 ഒരു പാക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഓല കൊണ്ടും ഒക്കെ മെടഞ്ഞിട്ടുള്ള പാക്കറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ തന്നെ ചെറിയ പാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ശർക്കരയുടെ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ പൊടിയാണ്, ശർക്കരയുടെ പൊടികളായിട്ടുള്ളതാണ്. അങ്ങനെ ശർക്കരയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അപ്പോൾ നെയ്യ്, അങ്ങനെയുള്ള ഐറ്റംസും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ കൂടുതലും ഇതൊക്കെ MTRൻ്റെ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ തമിഴ് പീപ്പിളൊക്കെ ഒരുപാട് വന്ന് വാങ്ങിക്കുന്ന ഐറ്റംസാണ്. നമ്മളിതൊന്നും അങ്ങനെ മേടിക്കാറില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വാളംപുളിയൊക്കെ അവിടെ നേരത്തെ ഒരു കുഞ്ഞൊരു ഡപ്പിക്കകത്തായിരുന്നു കണ്ടത്. ഇതുപോലുള്ള പാക്കറ്റ്സാണ് നമ്മൾ കൂടുതൽ മേടിക്കാറ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ചെറിയ നല്ലൊരു സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള വാളംപുളി, നല്ല പുളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനാണെങ്കിലും ഒരു $4 ഒക്കെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ടൊക്കെ വരുമ്പോൾ ഇവിടെയും പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു ഭാഗങ്ങളാണ്, പക്ഷെ അവിടെ എല്ലാം ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം എന്താ പറയുക, ഇത്രയേ ഉള്ളൂ സ്ഥലമൊക്കെ ആണെങ്കിലും. പിന്നെ ഇവിടെ ഉഴുന്ന്, അതുപോലെ പരിപ്പ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഉഴുന്നിനൊക്കെ ആണെങ്കിൽ ഒരു $3.99 ഒക്കെയാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അത് $4. നമ്മൾ $3.99 എന്ന് പറയുമ്പോൾ അത് 4 ആക്കിയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലസ് ടാക്സ് കൂടെ വരും. ബില്ല് ചെയ്യുമ്പോഴാണ് നമ്മൾ ടാക്സ് കൂടെ വരുന്നത്. ഓരോ പ്രൊഡക്റ്റിനും ടാക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ വറ്റൽ മുളക്, അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ ഇവിടെ ഉണ്ട്. ആണെങ്കിൽ ഇതുപോലുള്ള പാക്കറ്റാണ് ബിരിയാണി മസാലയ്ക്കൊക്കെ മേടിക്കാറ്. എന്നിട്ട് പിന്നെ വറുത്ത് പൊടിച്ച് നമ്മൾ എടുത്ത് വെക്കുകയാണ് സാധാരണ ചെയ്യാറ്. പിന്നെ നമുക്ക് ഇപ്പോൾ മഞ്ഞളൊക്കെ ഇതേപോലെ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ മഞ്ഞളിൻ്റെയൊക്കെ ഈ ഒരു വലിയ ചുക്കൊക്കെ ഉണ്ടല്ലോ, ചുക്കൊക്കെ ഇതുപോലെ നമുക്ക് പാക്കറ്റ്സിൽ കിട്ടും. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ചുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്കിവിടെയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെയുള്ള കർമുറ ഐറ്റംസ് ഉള്ള നമ്മൾ പണ്ട് കഴിച്ചിരുന്ന കപ്പലണ്ടി മിഠായി, എള്ളുണ്ട, ഇങ്ങനെയുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ചില സമയങ്ങളിലൊക്കെ അതൊക്കെ മേടിക്കാറുണ്ട്.
ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ഇരിക്കും കയ്യിൽ. അപ്പോൾ ഇത് ഞാൻ മേടിക്കാറുണ്ട് സാധാരണ നമ്മൾ തേങ്ങ ഇല്ലാത്ത സമയത്ത്. ഇപ്പോൾ ഫ്രോസൺ കോക്കനട്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇതുപോലെയുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അത് മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഈ തേങ്ങ കിട്ടാറുണ്ട്. ഇത് കൊപ്ര കൈൻഡ് ഓഫ് തേങ്ങയാണ്, പക്ഷേ ഞാനിത് വാങ്ങിയിട്ടില്ല. മറ്റേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടുതലും മേടിക്കാറുണ്ട്. ഇതിനൊരു പ്രൈസ് വരുന്നത് $2.99, $3 തന്നെയാണ്. അത് തന്നെയാണ് ഫ്രോസൺ കോക്കനട്ടിൻ്റെയും പ്രൈസ് വരുന്നത്. പിന്നെ ഉപ്പ് നമുക്ക് ഇതുപോലെയുള്ളൊരു പാക്കറ്റിലാണ്, ഇതുപോലെയുള്ളൊരു ഡപ്പിക്കകത്തും വരാറുണ്ട്, അതുപോലെ പാക്കറ്റിലായിട്ടും കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു $1 മേലെയുണ്ട്. മിഠായി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരുപാട് ബിസ്ക്കറ്റുകൾ ഇവിടെ കിട്ടാറുണ്ട്. കാരണം ചില കടകളിൽ ഇതുപോലെ നാട്ടിൽ കിട്ടുന്ന ബിസ്ക്കറ്റുകൾ മൊത്തമായിട്ട് അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഇവിടെ എല്ലാ ഐറ്റംസും, ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുന്നത്, പാർലേജി ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ടാവാറുണ്ട്. പാർലേജി ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു പ്രൈസ് $1 ഓർ സംതിങ് ആണ്. $1 ഇതിൻ്റെ ഒരു പ്രൈസ്. പിന്നെ ഇത് പഞ്ചസാരയാണ്. അപ്പോൾ കെയിൻ ഷുഗർ നമുക്ക് ഈ ബ്രൗൺ ഷുഗർ ആയിട്ടുള്ളത് തന്നെ കിട്ടാറുണ്ട്. അത് കൂടാതെ ഇവിടുത്തെ പഞ്ചസാര സാധാരണ ഇപ്പോൾ ഇത് കുറച്ചുകൂടെ വലിയ ക്രിസ്റ്റൽസ് ആണ്, വളരെ നൈസായിട്ടുള്ള ക്രിസ്റ്റൽസ് ഉള്ള പഞ്ചസാരയും കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതയം നല്ലെണ്ണ, ലക്ഷ്മി നല്ലെണ്ണ ഇങ്ങനെയുള്ള ഐറ്റംസും നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെയും കൂടെ ഒന്ന് കയറി നിങ്ങളെ കാണിച്ചു തരുവാണ്. കുറേ നേരം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. പക്ഷേ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരുവിധം മീനുകളൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ട്യൂസ്ഡേ തേഴ്സ്ഡേ ഒക്കെയാണെന്ന് തോന്നുന്നു, ചില നല്ല മീനുകളൊക്കെ വരാറുണ്ട്. പിന്നെ ചെമ്മീനും അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ചിക്കൻ, അതർ മീറ്റ് ഐറ്റംസ്. പിന്നെ ഇവിടെ കണ്ടിട്ടുള്ളത് ഇതുപോലെ ഇരിക്കുന്ന വലിയ പാത്രങ്ങൾ, കലങ്ങളാണ് കേട്ടോ. വലിയ ചട്ടികൾ കൂടാതെ തന്നെ മൺചട്ടികൾ കൂടാതെ ചെറിയ മൺചട്ടികളും ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന ചെറിയ മൺചട്ടിക്കൊക്കെ ആണെങ്കിൽ വില വരുന്നത് $7.99. ഒരു ഫിഷ് മാർക്കറ്റ് ആയതുകൊണ്ട് ഡ്രൈ ഫിഷുകളും കൂടുതലായിട്ടുണ്ട്. പക്ഷേ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ഫിഷുകളാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആ ഒരു മെത്തൾ പോലെ ഇരിക്കുന്ന മീൻ ഞങ്ങൾ മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണക്കച്ചെമ്മീനും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അവിടുന്ന് വേഗം ഇറങ്ങി. അത്യാവശ്യം നല്ല മണമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഇതുപോലെ അരിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബസ്മതി റൈസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മേടിക്കുന്ന അരി ഈ ഇരിക്കുന്നതാണ്. ഇത് ലക്ഷ്മി ക്രിസ്റ്റൽ റൈസാണ്. ഇതാണ് നമ്മൾ സാധാരണ മേടിക്കാറ്. ഇത് സോനാ മസൂറി റൈസാണ്. ഇത് നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ മേടിക്കാറ്. അതല്ല, നമുക്ക് ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ ഞങ്ങൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് മറ്റേ മട്ട അരിയൊക്കെ പോലെ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നല്ല അരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് റൈസ്. അപ്പം ഞാനത് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അരിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഈ ദാഹശമിനി നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിക്കുന്ന പാക്കറ്റ്സ് കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം നൊസ്റ്റാൾജിയൊക്കെ തോന്നുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാറുണ്ട്. അപ്പോൾ മോന് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഐറ്റംസ്. ഇപ്പോൾ എള്ളുണ്ടയൊക്കെ ആണെങ്കിലും മേടിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ പ്രാവശ്യം വന്നാലും എള്ളുണ്ട മേടിച്ചിട്ടേ പോകാറുള്ളൂ. പിന്നെ നമ്മുടെ പാലട മിക്സ്, അതായത് ഡബിൾ ഹോഴ്സ്, കിച്ചൺ ഫ്രഷേഴ്സ്, ഈ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഉള്ള ബ്രാൻഡ് ഒക്കെ നമുക്കിവിടെ കിട്ടാറുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് പാലട ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഡബിൾ ഹോൾസിൻ്റെ, കിച്ചൺ ഫ്രഷേഴ്സിൻ്റെ മുളക് പൊടി, അപ്പോൾ ഇതാണ് നമ്മൾ മേടിക്കാറ്, കിച്ചൺ ഫ്രഷ്. പിന്നെ ഇതുപോലെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കായം, എനിക്ക് കായം വേണമായിരുന്നു, അപ്പോൾ ഞാൻ കായം പിന്നെ വന്നിട്ട് എടുത്താണ്. പിന്നെ വാട്ടിക പ്രൊഡക്ട്സ്, പിന്നെ നൂപ്പൂറിൻ്റെ ഹെന്ന മിക്സ്, അപ്പോൾ ഇങ്ങനെയുള്ള സകലമാന ഐറ്റംസും നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഡെറ്റോളൊക്കെ ഈ കൊറോണ ടൈമിലൊക്കെ ഡെറ്റോളൊക്കെ ഒരുപാട് ചിലവായിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ ആ സമയത്ത് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഡെറ്റോളൊക്കെ ഒരുപാട് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ള കടകളിൽ ഡെറ്റോൾ അങ്ങനെ കണ്ടിട്ടില്ല, ഇവിടെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ചുകൂടെ കൂടുതലായിട്ട് പാത്രങ്ങളും എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇരിക്കുന്നുണ്ട്, പാത്രങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ പൂജാ സാധനങ്ങളും ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ മാലയൊക്കെ, ഇപ്പോൾ ഈ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോയിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന മാലയും, പിന്നെ അതുപോലെ തന്നെയുള്ള ഫോട്ടോസും ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ അടുത്തൊരു സൗത്ത് ഏഷ്യൻ സ്റ്റോറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പുട്ടുകുറ്റി, ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് ഈ പൂജ ഐറ്റംസും പുട്ടുകുറ്റി. അപ്പോൾ പുട്ടുകുറ്റിയൊക്കെ ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായിപ്പോയി. പുട്ടുകുറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ശ്രീലങ്കൻസിൻ്റെ ഫുഡും കേരള ഫുഡും ഏകദേശം ഒരുപോലെയാണ്. അവരും തേങ്ങ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ശ്രീലങ്കൻസ്. അപ്പോൾ അവരും പുട്ട് അവർ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ചപ്പാത്തി, കോല്, പിന്നെ ചിരട്ട കണ്ടില്ലേ നിങ്ങളിരിക്കുന്നത്. അപ്പോൾ ചിരട്ട എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതുപോലെ ഇരിക്കുന്ന പല ഐറ്റംസ് ഉണ്ടാക്കാനായിരിക്കാം.
പിന്നെ കണ്ടതാണ് മൊറ ഉണ്ട്. ഈ മൊറ ഞാൻ ആദ്യമായിട്ടോ ഇപ്പോൾ ഇവിടെ കാണുന്നു. ചന്ദ്രിക സോപ്പ്, പിന്നെ മാർഗോ സോപ്പ്, മൈസൂർ സാൻഡൽ സോപ്പ്, പിന്നെ നമ്മൾ സൺലൈറ്റ് സോപ്പ് കട്ട മേടിക്കാറുണ്ട്. ഇതിനൊക്കെ $1 ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ $1 ഇപ്പോൾ നാട്ടിലെത്രയാണ് എനിക്ക് ഓർമ്മയില്ല, നാട്ടിലെ ഈ സോപ്പിൻ്റെയൊക്കെ ഒരു പ്രൈസ്. പിന്നെ ഇതുപോലെയുള്ള ബാറുകൾ, നമ്മൾ തുണി കഴുകാനുള്ള സോപ്പുകൾ, റിങ്, അങ്ങനെയുള്ള ഐറ്റംസും. സൺലൈറ്റ് ഞാൻ മേടിക്കാറുണ്ട് കേട്ടോ. സൺലൈറ്റിന് ഒരു $1 ഒന്നുമില്ല, ഒരു 30 സെൻസോ മറ്റേ ഉള്ളൂ സൺലൈറ്റിൻ്റെ പ്രൈസ്. ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ അല്ലാതെ നമുക്ക് വിക്സും അതുപോലെ ഇപ്പോൾ മൂവ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ കിട്ടും. ഇപ്പോൾ വിക്സൊക്കെ ആണെങ്കിലും ഇതുപോലെ വലിയ പാക്കറ്റാണ്, പക്ഷേ അതവർ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിച്ച് വെച്ചതൊക്കെ ഈ ഒരു ഭാഗത്തുള്ളതാണ്. അപ്പോൾ വിക്സ്, അമൃതാഞ്ജൻ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നതിന് അടുത്തായിട്ടൊരു സൗത്ത് ഏഷ്യൻ സ്റ്റോറൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ്, ഐ മീൻ കേരള ഐറ്റംസൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ പൈനാപ്പിളിന് കുറച്ച് വില കുറവുണ്ടായിരുന്നു കേട്ടോ. ഒരു $1 or സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പൈനാപ്പിൾ എടുക്കുവാണ്. ഇതൊന്നും. പിന്നെ നമ്മുടെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞു. തിരിച്ച് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പനിക്കൂർക്കയുണ്ട്, അതുപോലെ കർപ്പൂര തുളസി ഉണ്ട്, പിന്നെ തുളസി ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ്, തുളസി തൈകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ചില വീടുകളിലൊക്കെ ഞാൻ തുളസി തൈയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ വിൻ്റർ ആകുമ്പോൾ ഇതൊന്നും അത്ര പിടിക്കാതെയൊക്കെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ കഷ്ടം തോന്നും. തുളസി തൈയൊക്കെ വളരെ ഉണങ്ങി നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് വിൻ്ററിലൊക്കെ. പലരും വീട്ടിനകത്താണ് വയ്ക്കുന്നത്, അപ്പോൾ ആവശ്യത്തിന് സൺലൈറ്റ് ഒന്നും കിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. തുളസി തൈൻ്റെ ഒക്കെ ഒരു വില എന്ന് പറഞ്ഞാൽ $1.99, അതായത് $2 ആ ഒരു തൈക്ക് വില. അപ്പോൾ ഇതാണ് നമ്മുടെ സൗത്ത് ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഞാൻ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു, തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ എന്തൊക്കെ ഐറ്റംസ് കിട്ടും, എന്തൊക്കെ ഐറ്റംസ് കിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.